ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് കോംപ്രിഹെൻസീവായിട്ട് നമുക്ക് ബെലനോയിലാണ്. അപ്പോൾ ബെലനോയുടെ ഒരു മൈലേജ് ടെസ്റ്റ് നടത്തി നോക്കാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതേ നോക്കിയാൽ ഞാൻ ഇപ്പോൾ മൈലേജ് ഇത് എന്താണ് ഫ്യൂവൽ ലോ കാണിച്ചു, ഇപ്പോൾ കാണിച്ചതേ ഉള്ളൂ. അതിനുശേഷം ട്രിപ്പ് ബി ഞാനിപ്പോൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപയോഗം വരും, ബെലനോ നോക്കുന്നവരാണെങ്കിൽ ഒരു ഉപയോഗം വരുന്ന ഒരു വീഡിയോ ആണ്. കാരണം ആവറേജ് ഈ കമ്പനി പറയുന്നതല്ല, കമ്പനി പറയുന്നതിന് മെഷീനിൽ ഷോ ചെയ്യുന്നത് ആവറേജ് നമ്മൾ എപ്പം കാണിച്ചാലും നമുക്ക് ഷോ ചെയ്യുന്നത് 20 അപ്പോൾ ആ ഒരു 20 എന്ന മൈലേജ് എനിക്കും ആക്ച്വലി കിട്ടിയിട്ടില്ല. എനിക്കൊരു 17-18 ആ ഒരു റേഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ എന്തൊക്കെയാലും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഞാനൊരു ലോങ് പോവാണ്. ഇവിടെ അത്യാവശ്യം നല്ലൊരു ഹൈവേ ആണെന്നൊന്നും പറയാൻ പറ്റില്ല, മിക്കവാറും ട്രാഫിക്കുള്ള ടൈമിലാണ്. എന്തൊക്കെയാണ് ഞാൻ ഒരു 500 രൂപയ്ക്ക് ഞാൻ ഫ്യൂവൽ ടോപ്പപ്പ് ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലും കാണിച്ചു തരാം. സോ ആവറേജ് ഇപ്പോൾ 20 തന്നെയാണ് കാണിക്കുന്നത്. 20 കാണിക്കുന്നുണ്ട്. ഇപ്പം പോകുന്നതിനനുസരിച്ച് റേഞ്ച് കാണിക്കുന്നില്ല, കാരണം ലോ ഫ്യൂവലിൽ വണ്ടി റേഞ്ച് കാണിക്കത്തില്ല. ദെൻ ഓൺ ഗോയിങ് കറണ്ട് മൈലേജ് ഇതുണ്ടോ 44, ആക്സിലേറ്റർ 0 ആണ്, 50 വരെ കാണിക്കുന്നുണ്ട്. സോ പോയ ഞാൻ ചെറിയ അപ്ഡേറ്റ്സ് തരാം. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ നല്ല രീതിയിൽ മൈലേജ് തരുന്ന ഒരു വണ്ടിയാണ്. കാരണം വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ബോഡിയാണ് ഇതിന്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ നിങ്ങളുടെ നിന്നൊക്കെ നല്ല റെസ്പോൺസ് കിട്ടിയിരുന്നു. അപ്പോൾ എന്തൊക്കെയാലും മൈലേജാണ് ഏറ്റവും അധികം ആൾക്കാരുടെ കൺസേൺ ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം മൈലേജ് വലിയൊരു ഫാക്ടറാണ്. ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 500 രൂപയ്ക്കൊക്കെ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കറങ്ങാൻ പറ്റുന്നൊരു വാഹനമാണ് ബാലനോ. ഇതിൻ്റെ 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ്. നല്ല രീതിയിലുള്ള മൈലേജ് കിട്ടുന്ന വണ്ടി തന്നെയാണ്. എന്തെങ്കിലും നമുക്ക് ഈ കാര്യത്തിൽ ഈ പ്രാവശ്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഷുവറായിട്ട് അത് കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന്. കാരണം കമ്പനി ക്ലെയിം ചെയ്യുന്നുണ്ട് സുഖമായിട്ട് എപ്പോഴും. മിക്കവാറും കൺസോളിൽ കാണിക്കുന്നതും 20 എന്ന മൈലേജാണ്. അപ്പോൾ ശരി. സോ ഗൈസ്, ഓക്കെ, ഞാനിപ്പോൾ റിസർവ് ആയതിനു ശേഷം 8 കിലോമീറ്റർ അടുപ്പിച്ച് ഓടി. ഞാൻ പെട്രോൾ ബങ്കിലാണ് നിൽക്കുന്നത്. 1000 രൂപയ്ക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1000 രൂപയ്ക്ക് അടിക്കാം, നല്ല രീതിയിൽ റൈഡ് ചെയ്ത് നോക്കാം. ഞാൻ ഇപ്പം കുറച്ച് സട്ടിലായിട്ട് സമാധാനത്തോടെ നല്ല രീതിയിലാണ് ഓടിക്കുന്നത്. അപ്പോൾ മാക്സിമം മൈലേജ് എങ്ങനെ ഒരു സിറ്റി ഡ്രൈവിലൊക്കെ എന്തുമാത്രം ഒപ്റ്റെയിൻ ആവും, എന്തുമാത്രം കിട്ടും എന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. സോ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് 12.14 ഉണ്ട് പെട്രോളിൻ്റെ റേറ്റ് 82.4. ഇപ്പോൾ നോക്കാം മൈലേജ് എങ്ങനെ ഉണ്ട്. 1000 രൂപയ്ക്ക് അടിച്ചിട്ടുണ്ട് പെട്രോൾ. ഓക്കെ അല്ലേ ഏട്ടാ? 12.14 ലിറ്റർ കിട്ടിയിട്ടുണ്ട്. സോ ഗൈസ്, നമ്മൾ പെട്രോൾ അടിച്ചിട്ടുണ്ട്. ഏകദേശം പകുതി ടാങ്ക് പെട്രോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ട്രിപ്പ് ബിയിലാണെന്ന് ഞാൻ റീസെറ്റ് ചെയ്തിട്ടേക്കണം. എന്തൊക്കെയായാലും റിസർവ് ആകുമ്പോൾ നെക്സ്റ്റ് റിസർവിൽ ഞാനിത് റീസെറ്റ് ആകും. അപ്പോൾ നമുക്ക് നോക്കാം അപ്പോഴെങ്ങനെയാണെന്ന്. സോ ഏകദേശം തീരാറാകുമ്പോൾ ഞാൻ പിന്നെയും വരാം. ശരിയാണ്. പുള്ളിക്ക് കാലെവിടെ വെക്കണമെന്ന് അറിഞ്ഞുകൂടെ? കാല് വയ്യായിരിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ മൈലേജ് ടെസ്റ്റിൻ്റെ ഏകദേശം റിസൾട്ട് പറയാറായിരിക്കുമല്ലോ ഗൈസ്. അപ്പോൾ ഞാൻ ഇപ്പോൾ വണ്ടി റിസർവിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രിപ്പ് ബിയിൽ ഞാൻ റീസെറ്റ് ചെയ്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം റിസർവ് ആയപ്പോൾ. അപ്പോൾ അതിപ്പോൾ കാണിക്കുന്നത് 234 കിലോമീറ്ററാണ്. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഈ പെട്രോൾ അടിക്കുന്ന സമയത്തിൽ ഞാൻ ഇപ്പോൾ ആദ്യത്തെ റിങ് അടിച്ചത്, അതായത് റിസർവ് ആയത് 218 കിലോമീറ്ററിലാണ്. അതായത് ഏകദേശം പറയാം, നമുക്ക് പെട്രോൾ അടിച്ച് 1000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് 218 അല്ലെങ്കിൽ 220 കിലോമീറ്റർ ഓടിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാറ്റസാണ്. അപ്പോൾ 1000 രൂപയ്ക്ക് നമ്മൾ, അതായത് പെട്രോളിന് അബൌട്ട് 83 രൂപ സംതിങ് ആയിരുന്നു. ആ സമയത്ത് അടിച്ചപ്പോൾ നമുക്ക് 12.14 കിട്ടിയത്, ലിറ്ററാണ് കിട്ടിയത്. അപ്പോൾ അത് നമ്മൾ 218/12.14 ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയ ആവറേജ്, കറൻ്റ്ലി നമുക്ക് കിട്ടുന്ന മൈലേജ് ബെലനോയ്ക്ക് പെട്രോൾ എഞ്ചിൻ 1.2 ലിറ്ററിന് കിട്ടുന്ന മൈലേജ് 17.96 ആണ് ഗൈസ്.
അപ്പോഴത് ഒരു നല്ലൊരു മൈലേജാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ള, കമ്പനിയിൽ ഇപ്പോഴും ആവറേജ് ഈ കൺസോളിൽ കാണിക്കുന്നത് ഇപ്പോഴും കാണിക്കുന്നത് 20 ആണ്. 20 തന്നെയാണ് എപ്പോഴും കാണിക്കുന്നത്. അതിലൊരു വലിയൊരു വ്യത്യാസം വന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അറിയാമെന്ന് പറഞ്ഞാൽ റൈഡിങ് കണ്ടീഷൻസ് ഇപ്പോൾ ഇതിൽ 218 കിലോമീറ്ററിൽ ഏകദേശം ഒരു 150 കിലോമീറ്റർ അടുപ്പിച്ചു ഞാൻ ഹൈവേ റൈഡായിരുന്നു. അതിനുശേഷം ചെറിയ ഡ്രൈവുകളായിരുന്നു, സിറ്റി ഡ്രൈവ് ആയിരുന്നു. അപ്പോഴൊരു മിക്സഡ് ആയിട്ടുള്ള ഒരു എക്കോണമി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എക്കോണമി. അപ്പോഴത് ഉറപ്പായിട്ടും, അതായത് 17.96 അബൌട്ട് 18 കിലോമീറ്റർ പെർ ലിറ്റർ നമുക്ക് ബലനോയ്ക്ക് ഷുവറായിട്ടും കിട്ടും. കാരണം എസ്പെഷ്യലി ഞാൻ പറയാം, ഇതിൽ നിന്ന് ഉറപ്പായിട്ടും കൂടിയാലേ ഉള്ളൂ. 18 ലിറ്റർ മൈലേജിൽ നിന്ന് നമുക്ക് ഉറപ്പായിട്ടും കൂടുതൽ കിട്ടിയാലേ ഉള്ളൂ. കാരണം നല്ല ഹൈവേയിലാണ്, നമ്മൾ കുറച്ചും കൂടെ നോക്കിയൊക്കെ ഓടിക്കുകയാണെങ്കിൽ. ഇതിപ്പോൾ ഞാൻ പല സമയത്തും കുറച്ച് റഷായിട്ടാണ് ഓടിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഒരു ഡ്രോപ്പ് ആയത്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും 18.5-19 അടുപ്പിച്ച് ഉറപ്പായിട്ടും കിട്ടാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഇൻഫോർമേഷൻ കൊണ്ട് ഗുണമായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും വളരെ എക്കോണമിക് ആയിട്ട് ഒരു 100-500 രൂപയ്ക്കൊക്കെ അടിച്ചിട്ട് കറങ്ങാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ് ബലനോ. എന്തെങ്കിലും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഉറപ്പായിട്ടും യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക. ഓൾസോ വീഡിയോ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ. ഓൾസോ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഗൈസ്. Until the next video, first person signing off. Bye.